നിങ്ങൾക്കറിയോ ഈ വീഡിയോ ശരിക്കും എൻ്റെ വീഡിയോ അല്ല. വെൽക്കം ടു ഡേ 44 ഓഫ് 100 ഡേയ്സ് പ്രോഗ്രസ് ചാലഞ്ച്. ഞാൻ ആഴ്ചകളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു വീഡിയോ പോലും വൈറലായിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, കുറേ സംഭവങ്ങൾ പഠിക്കാറുണ്ട്, ബിസിനസ് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് തുടങ്ങാറുണ്ട്. പക്ഷേ അങ്ങനെ തുടങ്ങുമ്പോഴൊക്കെ ഒരു 90% ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് പകുതിക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യും. അത് മുഴുമിപ്പിക്കൂല, കംപ്ലീറ്റ് ആക്കൂല. എന്തുകൊണ്ട്? കാരണം എനിക്ക് മനസ്സിലായത്, നിലവിലിപ്പോ എല്ലാവർക്കും പെട്ടെന്ന് സക്സസ് ആകണം. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ അതിന് റിസൾട്ട് കിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ അത് ക്വിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതെന്താ ഞാൻ എൻ്റെ വീഡിയോ ഒന്നും ചെയ്തതൊന്നും വൈറലാവാത്തത്, അല്ലെങ്കിൽ ഇതെന്താ എനിക്ക് പ്രോപ്പർ ആയിട്ടൊന്നും സക്സസ് ആവുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. ആ ഒരു തോന്നല് നമ്മൾ ചാടി കയറി കിറ്റ് ചെയ്യരുത്. അങ്ങനെ കിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങൾ തോറ്റുപോകും. ഇങ്ങനെ തോറ്റുപോയാൽ പിന്നെയും ഒന്നേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് മെനക്കേടാണ്, അതിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ പറയുന്നത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും അത് സക്സസ് ആവും. ഇപ്പൊ ഞാൻ തന്നെ എത്ര വീഡിയോ ഇട്ട്, എൻ്റെ ഒരു വീഡിയോ പോലും വൈറലായിട്ടില്ല. വൈറാലിറ്റിയേക്കാളും നല്ലത് എൻ്റെ പാഷനോടുള്ള ഒരു ഒബ്സഷൻ ഞാൻ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഏതെങ്കിലും ദിവസം ഇത് ഫ്ലറിഷ് ആവും, എനിക്ക് 100% ഉറപ്പാണ്. കാരണം അതിനു വേണ്ടിയുള്ള എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ അത്രേ പറയാനുള്ളൂ. അറിയോ അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം.